ഞാൻ സൂര്യനിൽ നിന്ന് പവർ എടുത്തിട്ട് അല്ലെങ്കിൽ പവർ എടുക്കുന്നതായി സങ്കല്പിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പവർ വെച്ച് ഇമേജിന് ഇപ്പോൾ ആരാണോ വ്യക്തി അവിടുത്തെ ഒരു വസ്തുവിനെ ഹീൽ ചെയ്യണമെങ്കിൽ ആ വസ്തുവിനെ ഈ കയ്യിൽ സങ്കല്പിച്ച് ഈ കയ്യിലേക്ക് നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ തെളിയിക്കാനൊന്നും പറ്റില്ല, വ്യക്തിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. പ്രാണി ഹീലിംഗ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് സൈക്കോളജിയും ജ്യോതിഷവും റിസ്റ്റ് തെറാപ്പിയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ശ്രീ സുരേഷ് ബാബു ബോധമുദ്ര എബിസിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്താണ് പ്രാണി ഹീലിംഗ്? പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഹീലിംഗ് എന്താണെന്ന് പറയാം. കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം വലുതാണെങ്കിൽ കേട്ടിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരാളാണ്. ശരി. അപ്പോൾ താങ്കളുടെ ചോദ്യം പ്രാണിക് ഹീലിംഗ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രാണിക് ഹീലിംഗ്, അല്ലെങ്കിൽ ഹീലിംഗ് എന്താണ് എന്ന് ആദ്യം പറയാം. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥം സുഖപ്പെടുത്തൽ എന്നാണ്. സുഖപ്പെടുത്തൽ. അപ്പോൾ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ഈ സുഖപ്പെടുത്തൽ ആവശ്യമുള്ളൂ. സുഖമുള്ള അവസ്ഥ നോർമൽ അവസ്ഥയാണ്. അതിൽ അസുഖം വരുന്നത്, അസുഖം എന്ന് പറഞ്ഞാൽ രോഗമാണെന്നാണ് ഇവിടെ. അസുഖം ഒരവസ്ഥയാണ്. ഈ അവസ്ഥയെ ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ, അതായത് പ്രാണൻ വായുവിൻ്റെ ഒരു പോർഷനാണ് പ്രാണൻ. ഈ പ്രാണനെ നോർമലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യം, ബോഡിയിലേക്ക് ആവശ്യം ഓക്സിജനാണ്. 5 തരം വായുവിൽ ഓക്സിജൻ എന്ത് പേരാ വിളിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. മലയാളത്തിൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, അങ്ങനെ 5 പേരുള്ള വായുക്കളാണ്. ഈ വായുവിൽ ഒരു വായു പണിമുടക്കാൻ നമ്മൾക്ക് വയ്യാണ്ടോ. 5 വായു കൂടി ഒരുമിച്ച് വന്ന് തിരിച്ചു പോകുന്നതാണ് മരണം എന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ അച്ഛനിൽ നിന്നാണ് പലതും കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന സംഗതി, ഹീലിംഗ്, സുഖപ്പെടുത്തൽ, വായുവിനെ സുഖപ്പെടുത്തൽ, അവിടെ എന്താ വെച്ചാൽ നമ്മളുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ഒരു മീഡിയ എന്നുള്ള കണ്ടീഷനിൽ കൈ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സിനെ ശരീരത്തിൽ തൊടാതെ വലിച്ച് പുറത്തേക്ക് കളയുന്ന ഒരു സിസ്റ്റമാണ് പ്രാണിക് ഹീലിംഗ്. അതിന് നമ്മൾ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഉപാസന മൂർത്തികളെയോ അല്ലെങ്കിൽ ഉപാസനാമൂർത്തി എന്ന സങ്കല്പത്തെയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ആ സങ്കല്പത്തിൻ്റെ എനർജി നമ്മൾ കയ്യിലേക്കെടുത്ത് നമ്മളുടെ കയ്യിൽ തന്നെ വ്യക്തിയെ സങ്കല്പിച്ച് ആ സങ്കല്പിക്കുന്ന സംഗതികളിലെ ബോഡിയിലുള്ള നെഗറ്റീവ്സ് കംപ്ലീറ്റ് കളയുന്നു. ഇതിന് തന്നെ പലതരം രീതികളുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്രങ്ങൾ ഹീൽ ചെയ്തിട്ടാണ്. ഇപ്പം എന്ത് ചക്രങ്ങൾ ചോദിച്ചാൽ വിസിബിളല്ല ചക്രങ്ങളൊന്നും, പക്ഷെ നമുക്ക് വിശ്വസിച്ചേ പറ്റും, മതിയാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം പറയാം. ആക്സിസ്, ഈ ഭൂമിയുടെ അച്ചുതണ്ട് എന്നുള്ള സംഭവം തികച്ചും ആരും കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണ്. അത് സങ്കല്പം മാത്രമാണ് സത്യത്തിൽ ഈ ഭൂമിക്ക് ഈ അച്ചുതണ്ട് ഇല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ നിന്ന് തിരിയും, ഒരേ റേഞ്ചിൽ തിരിയും. അതുപോലെ നമ്മൾക്ക് പ്രധാനമായിട്ട് പറയുന്നത് പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ പരമശിവനെ കാണാമെന്നൊക്കെ, ശിവനെ കാണുമെന്നൊക്കെ പറഞ്ഞൊരു ശ്ലോകം ഉണ്ടല്ലോ പഴയത്. അതുപോലെ ഇവിടെ 6 ചക്രങ്ങളെയാണ് നോർമൽ പറയണത്. പക്ഷെ ഞാൻ കണ്ടെത്തിയത് 10 ചക്രം. ഞാൻ കണ്ടെത്തിയതെന്നല്ല, വായിച്ചിട്ട് എനിക്കും കൂടെ ശരിയെന്ന് തോന്നിയ സംഗതിയിൽ 10 ചക്രം. ഈ 10 ചക്രങ്ങളിൽ ഓരോ ചക്രത്തെയും ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ആ വ്യക്തി ക്യൂറായി തുടങ്ങി. അത് ചിലപ്പോൾ വലിയ രോഗങ്ങളും മറ്റു സംഗതികളൊക്കെയാണ്. ഈ രോഗാവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, രോഗത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീലിങ്ങിൻ്റെ കൗണ്ട് കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ പ്രാണിക് ഹീലിംഗ് പ്രാണനെ സുഖപ്പെടുത്തൽ എന്നുള്ളതാണ്. പ്രാണൻ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് പ്രാണൻ എന്ന് പറഞ്ഞാൽ വായുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണൻ പോയി എന്നാണ് പറയാം, കാറ്റ് പോയി എന്നും പറയും നാടൻ ഭാഷയിൽ. ഈ കാറ്റ് വായുവാണ്. അപ്പോൾ ഈ വായു, ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഹീൽ ചെയ്യാം. എൻ്റേതായിട്ടുള്ളൊരു ശൈലി, ഞാൻ സൂര്യനിൽ നിന്ന് പവർ എടുത്തിട്ട് അല്ലെങ്കിൽ പവർ എടുക്കുന്നതായി സങ്കല്പിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പവർ വെച്ച് ഇമേജിന് ഇപ്പോൾ ആരാണോ വ്യക്തി അവിടുത്തെ ഒരു വസ്തുവിനെ ഹീൽ ചെയ്യണമെങ്കിൽ ആ വസ്തുവിനെ ഈ കയ്യിൽ സങ്കല്പിച്ച് ഈ കയ്യിലേക്ക് നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ തെളിയിക്കാനൊന്നും പറ്റില്ല, വ്യക്തിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, സുഖമായിട്ടുണ്ടാവും, അത് ഗ്യാരണ്ടി. പക്ഷേ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാരസെറ്റമോൾ കഴിക്കുന്നത് അറിയാം, പനി മാറുന്നത് അറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാലും മറുപടി ഉണ്ടാവില്ല. കാരണം അത് കഴിച്ചാൽ ഓരോ ബോഡിയിൽ ഓരോ സ്റ്റൈലാണ് കയറുന്നത്. പക്ഷേ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും. പനി മാറുകയാണ്, ഇല്ലാണ്ടാവുകയല്ല ചെയ്യണം. ഇവിടെ കോംപ്രമൈസാണ്. പനി ഇല്ലാതാക്കണം. നമ്മൾ ഈ പ്രാണിക് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താൽക്കാലികമല്ല, അത് ഇല്ലാതാക്കലാണ്, കോംപ്രമൈസ് അല്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തൽ തന്നെയാണ്. അത് എന്നൊക്കെയായിട്ടാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പനി വരാതെ നോക്കണം.
അപ്പം എങ്ങനെ പനി വരണ വഴി അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പനി ഇന്ന വഴിക്ക് അങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറയാം. ഇതിൽ രോഗം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. രോഗം വന്നാൽ മനുഷ്യൻ മരിച്ചു പോകുന്നതാണ് എൻ്റെ കൺസെപ്റ്റ്. രോഗത്തിൻ്റെ അവസ്ഥകളാണുള്ളത്. ഇപ്പം മഴയാണ്, കുറച്ച് കഴിഞ്ഞാൽ വെയിലുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ വെയിലും മഴയില്ലാത്ത അവസ്ഥയുണ്ടാവും, ചിലപ്പോൾ മഞ്ഞുണ്ടാവും, ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഈ അവസ്ഥകളെ ഈ അവസ്ഥകൾ നമുക്ക് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രാണിക് ഹീലിംഗ്. ഇതിൽ റിസർച്ച് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെയാണ് കണ്ടിട്ടുള്ളത്. അച്ഛൻ അതിൻ്റെ പേരറിയുണ്ടായിരുന്നില്ല, പക്ഷെ അച്ഛൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പിന്നീട് റേക്ക് എന്താണെന്ന് പഠിച്ചറിഞ്ഞു വന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഇതിനേക്കാൾ ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന അച്ഛൻ അതിൻ്റെ പേരറിയാകുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വെറുതെ ഒരാൾ ബോധം കെട്ട് കിടക്കുന്ന ആളെ വെറുതെ മോളിൽ കൂടെ ആളെ തൊടാതെ കൈ ഇങ്ങനെ മോളിൽ കൂടെ വിരിച്ച ആളെ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉപാസന ശക്തി കൊണ്ടോ അയ്യപ്പസ്വാമിയുടെ ആളായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു ലഹരി കൂടെ ഉപയോഗിച്ചിരുന്നു ആൾ. അതിന് കൃത്യമായിട്ട് എനിക്ക് പറയാനോട് ബുദ്ധിമുട്ടില്ല. കഞ്ചാവ് എന്ന് പറഞ്ഞൊരു, അപ്പോൾ അതും മരുന്നുകളുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈക്യാട്രിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ 90% മരുന്നുകളിലും കഞ്ചാവിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അവസാന വാക്കൊന്നുമല്ല. മനസ്സിലാക്കിയിട്ടുള്ളതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. എന്നാലും ഈ കഞ്ചാവും അറ്റൻഷനും ഏകാഗ്രതയൊക്കെ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ പ്രാണിക് ഹീലിംഗുമായിട്ട് അതിനും ബന്ധമുണ്ട്. എൻ്റെ ജീനിൽ കൂടെ കയറി വന്നിട്ടുള്ള കുറേ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിലില്ലാത്ത ഒന്നും വേറൊരാൾക്ക് എന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കളിലില്ലാത്ത ഒന്നും വേറൊരാൾക്ക് താങ്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ ഇത് ശരിയാണ് എന്ന് താങ്കൾ പറയണമെങ്കിൽ ദാറ്റ്സ് എ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ് ചെയ്യണത്. താങ്കളിലില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് ശരിയാണെന്ന് പറയാൻ പറ്റുക? ഈ പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പല ജ്യോതിഷന്മാരുടെ അടുത്തും പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോകുന്ന സമയത്ത് അവരൊരു മായാവിദ്യയെ കൂടെ ഈ അവരുടെ അസുഖത്തിനെ ഇല്ലാതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് പ്രാണി ഹീലിംഗ് ആണെന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും പലർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പലർക്കും അറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? ഈ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെ ഹീൽ ചെയ്യുന്നത്? അതായത് നമ്മൾക്ക് സാധാരണ ഇതിൽ പറയുന്ന 6 ചക്രം എന്ന് പറയുന്ന സംഗതി നമ്മൾ ഡെവലപ്പ് ചെയ്തതിൽ 10 ചക്രമാണ്. 10 ചക്രം തികച്ചും സങ്കല്പിക്കാൻ കഴിയണം. എന്നാലേ ചക്രങ്ങൾ നമുക്ക് വിസിബിൾ ആകുള്ളൂ. സങ്കല്പം ഉണ്ടെങ്കിൽ സത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ലലന ചക്രം, ഇത് പുതിയതായിരിക്കും, സാധാരണ ലിസ്റ്റിൽ ഉണ്ടാവില്ല, ആജ്ഞാചക്രം, മനഃചക്രം, സോമചക്രം, സഹസ്രാര ചക്രം. ഇങ്ങനെ 10 ചക്രമാണ് നമ്മൾ ക്ലീൻ ചെയ്യണം. അതിൽ ഈ മൂലാധാര ചക്രം എന്ന് പറയുന്ന സംഗതി ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഇരിപ്പിടം ഉണ്ടല്ലോ, ആസനം, ആ പോർഷനിലാണ് ഈ ചക്രം ഉള്ളതെന്നാണ് സങ്കല്പങ്ങൾ. മറ്റുള്ള ആൾക്കാരുടെ വിശദീകരണം നമുക്കെന്ത് ഫീൽ ചെയ്യണം അതാണ് നമുക്ക് സത്യം. നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇതിനെ, പക്ഷെ നമുക്ക് ഫീൽ ചെയ്താലോ ഇപ്പം എനിക്ക് സുഖമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് വെറുതെ തൊട്ടോളൂ കൂട്ടാ, ചിലപ്പോൾ അതങ്ങനെ പോവും. അങ്ങനൊരു സംഗതി ഉണ്ട്. വെറുതെ ഒന്നും കാണിച്ചോളൂ, എന്തോ അത്ഭുതം, മാജിക്കൊന്നുമല്ല. സത്യത്തിൽ അവിടുന്ന് അങ്ങനൊരു സംഗതി എടുത്ത് വേറെ ദിക്കിലേക്ക് വിടണമെന്നാണ്. ഞാൻ നേരെ എടുത്ത് സൂര്യനിലേക്കാണ് വിടുന്നത്. പലപ്പോഴും സൂര്യനിലേക്ക് പോകാൻ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. സങ്കല്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വരും, നീരൊക്കെ ഉണ്ടാവും. ഒരാളെ ഹീൽ ചെയ്ത് 10 മിനിറ്റ് ആകുമ്പോഴേക്ക് കൈ മുഴുവൻ നീരാവും. അപ്പോഴാണ് ഞാനിത് അറിയണത് അവിടുന്ന് പോകുന്നതെന്ന്. അല്ലെങ്കിൽ എനിക്ക് കൊട്ടുവായി വരും, എമ്പക്കം വരും. ഇപ്പം ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾ കൊട്ടുവായിടും അല്ലെങ്കിൽ എമ്പക്കിടും. അപ്പോൾ ഈ വായു, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സംഗതി പുറത്തേക്ക് പോകും. ഓക്സിജൻ്റെ കണ്ടൻറ്റ് അവിടെ നിന്ന് 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിപ്പിച്ച് അത് അറിയുകയും ചെയ്യും. താൽക്കാലികമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് താൽക്കാലികമാണെന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വരും. പെർമനൻറ്റ് ഹീലിംഗ് ആണെങ്കിൽ പെർമനൻറ്റ് ഹീലിംഗ്. ചോദ്യം, ഈ ഹീലിംഗ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഈ ഓരോ ചക്രങ്ങളും ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ പോർഷൻ ക്ലീനായി വരും. നമ്മളിപ്പോൾ ഒരു മുറിയിൽ കുറേ കരടുണ്ട്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ റീസൈക്കിൾ ബിന്നിലേക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്തിടുന്നത് കംപ്ലീറ്റ് റീസൈക്കിൾ ബിന്നിലാണ്. ഈ റീസൈക്കിൾ ബിന്നിൽ നിന്ന് പുറത്തേക്ക് കളയണമല്ലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാങ് ആവും. ഈ പ്രാണിക് ഹീലിംഗ് കൊണ്ടൊക്കെ ഈ ഹാങ് ആവുന്ന സിസ്റ്റത്തിന് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബോധത്തെ ഉണർത്തുക എന്നുള്ള സംഗതി മാത്രമാണ് ചുരുക്കി പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. എൻ്റെ ഭാഷയിൽ സ്വന്തം ബോധം എന്ന് പറയുന്ന സംഗതി അതിനെ ഉണർത്താണ്. ഇനിയിപ്പോൾ ഒരു ചോദ്യം വന്നേക്കാവുള്ളത് ബോധം എന്താണെന്നുള്ളതാണ്. ഇങ്ങനെ ചോദിച്ചാൽ വൈകുന്നേരം വരെ ചോദിക്കാമല്ലോ. അപ്പോൾ ബോധം എനിക്ക് ഇന്ദ്രിയങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തന പ്രതിഫലനമാണ് ബോധം എന്ന് ഞാൻ പറയും. ഈ ബോധത്തിനെ കൃത്യമായിട്ട് ഉണർത്തിയാൽ നമ്മളിൽ രോഗങ്ങളുടെ അവസ്ഥ പോലും ഉണ്ടാവില്ല. ലക്ഷണം കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. നമ്മൾ തന്നെ മതി. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ പട്ടി, പൂച്ച എന്നിവയ്ക്കൊക്കെ വയറുവേദന മറ്റു തങ്ങൾ വരുമ്പോൾ പുല്ല് തിന്നണം പോയിട്ട്. അതെ, ഈ അറിവ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവരൊരു പുസ്തകം പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാർക്കറ്റിങ്ങിന് പോകണം കണ്ടിട്ടില്ല ഇതുവരെ. നായോ പൂച്ചയോ ഇതുവരെ മാർക്കറ്റിങ്ങിന് പോകണം ഞാൻ കണ്ടിട്ടില്ല.
നമ്മളെ ദയനീയമായിട്ട് നോക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ചികിത്സാ രീതി അവർക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ തലച്ചോറുള്ള ജീവിയായിട്ടുള്ള, അതിന് ചിന്തിക്കാൻ പവറുള്ള ജീവിയായിട്ടുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് കഴിയില്ല, എന്തുകൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? എൻ്റെ പക്ഷം എന്ന് വെച്ചാൽ ആദ്യത്തെ ഡോക്ടർ, ആദ്യത്തെ അസ്ട്രോളജർ, ആദ്യത്തെ സൈക്കോളജിസ്റ്റ്, ഇവരൊക്കെ എവിടെ ഉണ്ടായി? ഇവരൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? സർട്ടിഫിക്കറ്റ് ആണോ മാറ്ററാണോ ആദ്യം ഉണ്ടായത്? ശേഷമല്ല, യൂണിവേഴ്സിറ്റി ആണോ സർട്ടിഫിക്കറ്റ് ആണോ ഉണ്ടായത്? യൂണിവേഴ്സിറ്റി ആണോ വ്യക്തിയാണോ ഉണ്ടായത്? യൂണിവേഴ്സിറ്റി ആണോ ടാലൻറ്റഡ് ആയിട്ടുള്ള പീപ്പിളാണോ ഉണ്ടായത്? ആദ്യം വേറൊരു ഗ്രൂപ്പല്ലേ. അപ്പം എന്നെ നിങ്ങൾക്ക് താങ്കൾക്ക് തിരിച്ചറിയണമെങ്കിൽ താങ്കൾക്കൊരു തിരിച്ചറിവുണ്ടാവണം ആദ്യം, താങ്കൾ ആരാണെന്ന്. ശേഷം വേണം എന്നെ തിരിച്ചറിയാനായിട്ട്. അപ്പോൾ ആദ്യം അവനവനിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് ഇത് എവിടെ നിന്ന് ഉണ്ടായേ? എൻ്റെ ചോദ്യം ആ ഉണ്ടായ സ്പേസ് ഉണ്ടല്ലോ, അവിടേക്കാണ് എത്തി നിൽക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ എന്നോട് ആൾക്കാർ വർത്തമാനം പറയുമ്പോൾ എനിക്ക് ചോദ്യങ്ങൾ തിരിച്ച് ഉത്തരം ചോദ്യമായിട്ടാണ് വരിക. ആ ചോദ്യമായിട്ട് പ്രാണിക് ഹീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്ന് ആദ്യം ചോദിച്ചത് മുട്ട് ചോദ്യവും. പക്ഷേ താങ്കളുടെ ചോദ്യത്തിന് ഉദ്ദേശശുദ്ധികൾ കൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മറുപടി പറയുന്നു. പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പ്രാണനെ ഹീൽ ചെയ്യലാണ്. എൻ്റെ രീതിക്കനുസരിച്ച് ചക്രങ്ങളെ ക്ലീൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. പലർക്കും പലതായിരിക്കും. അവർ ചിലപ്പോൾ ദേവിയുടെ അടുത്ത് നിന്ന് പവർ എടുത്ത് അവരുടെ സങ്കല്പം ദേവതയായിട്ടുള്ളത്, ആ സങ്കല്പ ദേവത എടുത്ത് ദേവിയായിരിക്കാം, ചിലപ്പോൾ ബ്രഹ്മാവായിരിക്കാം, വിഷ്ണു ആയിരിക്കാം, ശിവനായിരിക്കും. ഇതൊക്കെ കൺസെപ്റ്റുകളാണ്, ദേവതാ കൺസെപ്റ്റുകളാണ്. ഇവരുടെ പവർ എടുക്കുന്നതായി അവർ സങ്കല്പിച്ച് കൈകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രക്രിയയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഞാൻ അവസാന വാക്കല്ലാത്തത് കൊണ്ടും ആദ്യ വാക്കല്ലാത്തത് കൊണ്ടും എൻ്റെ പ്രാണിക് ഹീലിംഗ് അങ്ങനെ പറയാൻ എനിക്ക് ആധികാരികതയുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.